ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. റെയിൽവേ ബജറ്റിന് പുറകെ പൊതു ബജറ്റ്. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കഴിയുകയാണ് പൊതുജനം. ജനോപകാരപ്രദമായ ബജറ്റാണ് വ്യാപാര സമൂഹവും പ്രതീക്ഷിക്കുന്നത്. വിവിധ മേഖലകളിലുള്ള നികുതി ഇളവും ഇവർ പ്രതീക്ഷിക്കുന്നു. കാത്തിരുന്നു കാണാം. പ്രധാന വാർത്തകളിലേക്ക്. റെയിൽവേ ബജറ്റ്. കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. സ്ത്രീകളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്ന ബാങ്കിന്റെ നിബന്ധനകൾക്കെതിരെ കനറ ബാങ്ക് വനിതാ ജീവനക്കാർ. UPA സർക്കാരിന്റെ വിലക്കയറ്റത്തിൽ മനം നൊന്ത് BJP സർക്കാരിനെ അധികാരത്തിലെത്തിയ ജനങ്ങൾ വിഡ്ഢികളായെന്ന് CITU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ. വാർത്തകൾ വിശദമായി. വ്യവസ്ഥാപിത മാധ്യമ ലോകത്ത് ഉൽപാദകരും ഉപഭോക്താക്കളും പൊതുസമൂഹം തന്നെയായി മാറുന്ന കാഴ്ചയാണ് ഇന്നുള്ളതെന്ന് കാലിക്കറ്റ് സർവകലാശാല EMMRC ഡയറക്ടർ ദാമോദർ ദാസ്. പ്രശസ്ത മാധ്യമ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സമകാലിക മാധ്യമങ്ങളും പൊതുസമൂഹത്തിന്റെ പുനർനിർവചനവും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത മാധ്യമ ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ 13ാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സമകാലീന മാധ്യമങ്ങളും പൊതുസമൂഹത്തിന്റെ പുനർനിർവചനവും എന്ന വിഷയത്തെ അധികരിച്ച് കാലിക്കറ്റ് സർവകലാശാല EMMRC ഡയറക്ടർ ദാമോദർ പ്രസാദ് പ്രഭാഷണം നടത്തി. വ്യവസ്ഥാപിത മാധ്യമ ലോകത്ത് ഉൽപാദകരും ഉപഭോക്താക്കളും പൊതുസമൂഹം തന്നെയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ഈ പുതിയ ഡയസ്പോറ എന്താണ്, ആ ഡയസ്പോറ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അങ്ങനെ പറ്റും, അതെങ്ങനെ രൂപപ്പെട്ടു, ഇത് നമുക്ക് പുതിയൊരു പബ്ലിക്കിനെ കുറിച്ചും അതിന്റെ ഒരു പുതിയൊരു ഓഡിയൻസിനെ കുറിച്ചും. പബ്ലിക് എന്ന് പറയുമ്പോൾ ഒരു ഓഡിയൻസ് നിലയ്ക്ക് മാത്രമല്ല, കൺസ്യൂമേഴ്സും ആണ്, അവർ പ്രൊഡ്യൂസേഴ്സാണ്, സോഷ്യൽ മീഡിയയിലെ പ്രൊസ്യൂമേഴ്സും ആണ്. അങ്ങനെ പ്രയോഗം നിങ്ങൾ കേട്ട് കാണും. അവർ പ്രൊഡ്യൂസേഴ്സാണ്, കൺസ്യൂമേഴ്സാണ്. പ്രൊഡ്യൂസർ പ്ലസ് കൺസ്യൂമർ, പ്രൊസ്യൂമേഴ്സ് ആയിട്ടുള്ള ഒരു തരം യൂസർ ജനറേറ്റഡ് കണ്ടന്റ് നടത്തുന്ന തരത്തിൽ അവർ പ്രൊസ്യൂമേഴ്സായിട്ട് ഡയസ്പോറിക് ആയിട്ടുള്ള ലോകം. അത് ആ ഡയസ്പോറയുടെ ഒറിജിൻ, വാക്കിന്റെ ഒറിജിൻ നിങ്ങൾക്കറിയാം, അത് ജൂയിഷായി ബന്ധപ്പെട്ട സംഭവം ചെറിയ സമൂഹങ്ങളാണ്, ചെറിയ പല സ്ഥലത്തും. ഇന്ന് നമ്മൾ ആർത്തിലെ കാര്യം സെൻസ് ഓഫ് അവർക്ക് അവരുടെ ഒരു ഭാവനയിൽ മാത്രമാണ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉള്ളത്. ഈ ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ അവരുണ്ടാക്കുന്ന ഇമാജിനറി ലാൻഡ്സ്കേപ്പിലാണ് അവർ ഒരു ബിലോങ്ങിങ്, അവർക്ക് ഒരു സ്ഥലത്ത് തങ്ങൾ റൂട്ടറാണെന്ന് അറിയുന്നത്. സംസ്ഥാന സെക്രട്ടറി വിനോദ് ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ജോലിയിൽ പൂർണ്ണത നിർബന്ധമുള്ള ആളായിരുന്നു വിക്ടർ ജോർജ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് സെക്രട്ടറി ഷെറിനും സംബന്ധിച്ചു. UPA സർക്കാരിന്റെ വിലക്കയറ്റത്തിൽ മനം നൊന്ത് BJP സർക്കാരിനെ അധികാരത്തിലെത്തിയ ജനങ്ങൾ വിഡ്ഢികളായെന്ന് CITU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ. കോഴിക്കോട് കള്ളുചെത്ത തൊഴിലാളി യൂണിയന്റെ പാളയം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, 43ാം വാർഷിക സമ്മേളനം സിന്ദാബാദ്, 43ാം വാർഷിക സമ്മേളനം സിന്ദാബാദ്. കോഴിക്കോട് കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ 43ാം വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായുള്ള പാളയം മേഖലാ സമ്മേളനം CITU ജില്ലാ സെന്ററിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UPA സർക്കാരിന്റെ വിലക്കയറ്റത്തിൽ മനം നൊന്ത് BJP സർക്കാരിനെ അധികാരത്തിലേറ്റിയ ജനങ്ങൾ വിഡ്ഢികളായെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ വാങ്ങിക്കുന്നതിനൊക്കെ കൂടുതൽ കാശ് കൊടുക്കും. ആ കൂടുതൽ കാശ് കൊടുക്കാനോ നമുക്ക് ആകെ വിൽക്കാനുള്ളത് അധ്വാന ശക്തി മാത്രമാണ്. ആ അധ്വാന ശക്തി ഉപയോഗിച്ചാണ് നിങ്ങൾ തെങ്ങിൽ കയറുന്നത്. ആ അധ്വാന ശക്തി ഉപയോഗിച്ചാണ് ഷാപ്പ് തൊഴിലാളികൾ അവരുടെ പണിയെടുക്കുന്നത്.
അപ്പം അധ്വാന ശക്തി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റാവുന്ന, മതിയാവുന്ന തരത്തിൽ കൂലി നൽകണം. എന്നാൽ മിനിമം വേതനം പോലും നടപ്പിലാക്കാത്ത നാടാണ് ഇന്ത്യ രാജ്യം. ആ രാജ്യത്താണ് ഇന്ത്യ ഗവൺമെന്റ് അടിക്കടി വില വർദ്ധിപ്പിക്കുന്നത്. പരമ്പരാഗത കള്ളിച്ചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നും വിലക്കയറ്റം തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. കമ്മിറ്റി കൺവീനർ കെ ജനാർദ്ദനൻ, ജോയിന്റ് സെക്രട്ടറി എ വി സദാശിവൻ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. കുട്ടികളുടെ സംരക്ഷണത്തിനായി നിലവിലുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും നിയമങ്ങളും പോലീസും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. കേരള ചൈൽഡ് റൈറ്റ്സ് ഒബ്സർവേറ്ററിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. കേരള ചൈൽഡ് റൈറ്റ്സ് ഒബ്സർവേറ്ററിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ അവകാശങ്ങളും നിയമങ്ങളും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സംരക്ഷണത്തിനായി നിലവിലുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും നിയമങ്ങളും പോലീസും കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. അവകാശങ്ങൾ ഉണ്ട് എന്ന്, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ വലിയ രീതിയിൽ അതിന്റെ നിയമങ്ങളും എല്ലാം തന്നെ ഉണ്ട്. നമ്മൾ മുറവിളി കൂട്ടുമ്പോഴും അതിക്രമങ്ങൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന എല്ലാ രീതിയിലുള്ള പീഡനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി, വളരെ താഴേക്കിടയിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെറുതും വലുതുമായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ചെറിയ കാര്യം പോലും കുട്ടികൾക്ക് അതൊരു വല്ലാത്ത ഒരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം അങ്കണവാടിയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് നമ്മൾ എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റണമെന്നുള്ളത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മെമ്പർ ബാബു നരിക്കുനി അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് ചൈൽഡ് ലൈൻ കോർഡിനേറ്റർ പി സുലൈമാൻ, IDC പ്രൊജക്ട് ഓഫീസർ ജയൻ ജൈമോൻ, KPO അലി, MP മുഹമ്മദ് അലി, ദീപക് ഗോപിനാഥ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അഷ്റഫ് കാവിൽ, ചൈൽഡ് റൈറ്റ്സ് ഒബ്സർവേറ്ററി ഗ്രൂപ്പ് ജോയിന്റ് കൺവീനർ CK ദിനേഷ് കുമാർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്ക് 101 കാർട്ടൂണുകൾ അയച്ചു. പ്രമുഖ കാർട്ടൂണിസ്റ്റുകളുടെയും കാരിക്കാച്ചറിസ്റ്റുകളുടെയും നേതൃത്വത്തിലാണ് കാർട്ടൂൺ വരച്ച് തപാൽ വഴി പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്ന പരിപാടി സംഘടിപ്പിച്ചത്. വിലക്കയറ്റത്തിനെതിരെ വേറിട്ട മാർഗത്തിലൂടെയുള്ള പ്രതിഷേധമാണ് കാർട്ടൂണിസ്റ്റുകളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ സമീപത്ത് വെച്ച് നടന്ന വ്യത്യസ്ത പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഥാപാത്രമാക്കിയുള്ള 101 കാർട്ടൂണുകൾ അദ്ദേഹത്തിന് തപാൽ വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാർട്ടൂണിസ്റ്റുകളുടെയും കാരിക്കാച്ചറിസ്റ്റുകളുടെയും കാർട്ടൂൺ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് വിവിധ ആശയങ്ങളിലുള്ള കാർട്ടൂണുകൾ തയ്യാറാക്കിയത്. കാർട്ടൂണിസ്റ്റ് M ദിലീപ്, CK സുരേഷ്, കരുണാകരൻ പേരാമ്പ്ര, പ്രജീഷ് നായർകുഴി തുടങ്ങിയവരാണ് വ്യത്യസ്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ വാർഷിക സമ്മേളനം അളകാപുരിയിൽ സംഘടിപ്പിച്ചു. LIC ഏജന്റ്സ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി കൂക്കൽ ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള LIC ഏജന്റ്സ് ഫെഡറേഷൻ 27ാം വാർഷിക സമ്മേളനം അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. സമ്മേളനം LIC ഏജന്റ്സ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി കൂക്കൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഉടമയില്ലാത്ത ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് LIC ഏജന്റുമാർ. ഉടമയുണ്ടെങ്കിലും ഉടമയാണെന്ന് അംഗീകരിക്കാത്ത ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് LIC ഏജന്റുമാർ. അങ്ങനെയുള്ള LIC ഏജന്റുമാർക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കാൻ ഒരു സംഘടന ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നിലയിലുള്ള സഹായം LICക്ക് പുറത്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തമ മാതൃകയായ ഒരു ബ്രാഞ്ചായിരുന്നു കോഴിക്കോട് സെക്കൻഡ് ബ്രാഞ്ച്. ഈ സന്ദേശം കേരളത്തിലെ മിക്ക ബ്രാഞ്ചുകളിലും എത്തിക്കാനും കഴിഞ്ഞു. ഇന്നിപ്പോ ഈ സമ്മേളനം നടക്കുമ്പോൾ ഇന്നലെ വരെയുള്ള സംഘടനയുടെ കാഴ്ചപ്പാട് വലിയ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളന കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് പറയാൻ കാരണം ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെതായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഭരണ സംവിധാനവും സാമ്പത്തിക നയവും. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KP സുനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി P സുനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ, K സൂര്യപ്രഭ, K രമേശൻ, P സുധിൻകുമാർ, M അശോകൻ, P രവീന്ദ്രൻ, ശൈലജ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് 25 വർഷം പൂർത്തീകരിച്ച ഏജന്റുമാരെ ആദരിക്കലും SSLC+2 വിജയികളെ അനുമോദിക്കലും നടന്നു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്.
എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. BSNL-നെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BSNL ഓഫീസർമാർ കോഴിക്കോട് ടെലികോം ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ പ്രസിഡന്റ് AK രമേശ് ഉദ്ഘാടനം ചെയ്തു. BSNL സർക്കിൾ മേധാവിയുടെ തെറ്റായ നയം കാരണം തകർച്ചയിലേക്ക് നീങ്ങുന്ന കേരളത്തിലെ ടെലികോം മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BSNL ഓഫീസർമാർ സഞ്ചാർ നിഗം എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോഴിക്കോട് ടെലികോം ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ പ്രസിഡന്റ് AK രമേശ് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ സാധാരണ 25 ലക്ഷം കൺസ്യൂമേഴ്സ് അല്ല പ്രശ്നം, അതിൽ ക്രീമി ലെയർ അവരുടെ മാത്രം പ്രത്യേകിച്ച് നിങ്ങൾ റീസ്ട്രക്ചറിംഗ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം എന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു പുതിയ ആലോചന എന്ന രീതിയിൽ കൊണ്ടുവന്ന് ഏകപക്ഷീയമായി നടപ്പാക്കാൻ ശ്രമിച്ച് നടക്കുമോ? ഈ പമ്പര വിദ്യരായത് ഇമാതിരി ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടതല്ലേ? ഇയാൾ അഴിമതി കഥകൾ പറഞ്ഞതിനെതിരെ നിങ്ങളെ ജനറൽ സെക്രട്ടറി വക്കീൽ നോട്ടീസ് അയച്ച കഥയൊക്കെ ഞാൻ കേട്ടു. ഇയാളെക്കാൾ വലിയ അഴിമതി വീരന്മാരുടെ ആയിട്ട് ഏറ്റുമുട്ടിയ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. സഞ്ചാർ നിഗം എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV ശശിധരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ജാസിം, അസിസ്റ്റന്റ് സർക്കിൾ സെക്രട്ടറി നജുമുദ്ദീൻ, ഏരിയ സെക്രട്ടറി MA ഗഫൂർ, സർക്കിൾ വർക്കിംഗ് കമ്മിറ്റി അംഗം CK ശിവദാസൻ, K വിജയരാഘവൻ, KS വേണുഗോപാൽ, നാരായണൻ മൂസദ്, കുഞ്ഞനന്ദൻ എന്നിവർ സംസാരിച്ചു. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1000 വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വായ്പയിൽ സൈക്കിളുകൾ നൽകി. കാലിക്കറ്റ് സർവീസ് സഹകരണ ബാങ്കാണ് പുതിയ പദ്ധതിയിലൂടെ സൈക്കിളുകൾ നൽകിയത്. 5000 സൈക്കിളുകൾ നൽകുന്നതാണ് പദ്ധതി. ഉത്തരമേഖല ADGP N ശങ്കർ റെഡ്ഡി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കാൻ കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആവിഷ്കരിച്ച പലിശരഹിത സൈക്കിൾ വായ്പാ പദ്ധതിക്ക് തുടക്കമായി. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം കുറയ്ക്കുക, പരിസ്ഥിതി നാശം തടയുക, വ്യായാമശീലം തിരിച്ചു കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ബാങ്ക് പലിശരഹിത സൈക്കിൾ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ അധ്യയന വർഷം സൈക്കിൾ വാങ്ങുന്നതിന് കോർപ്പറേഷൻ പരിധിയിലെ 5000 വിദ്യാർത്ഥികൾക്ക് ബാങ്ക് പലിശരഹിത വായ്പ നൽകും. സ്കൂൾ അധികൃതരുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 5000 രൂപ വരെ വിദ്യാർത്ഥിയുടെ അമ്മയുടെ പേരിൽ 2 വർഷത്തേക്കാണ് വായ്പ അനുവദിക്കുക. വായ്പ തുക പലിശയില്ലാതെ 24 തുല്യ ഗഡുക്കളായി അടച്ചു തീർക്കാവുന്ന വിധത്തിലാണ് പദ്ധതി. കോർപ്പറേഷൻ പരിധിയിലെ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കൊപ്പം പോളിടെക്നിക് ITI തുടങ്ങിയ സമാന്തര ശ്രേണിയിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും സൈക്കിൾ വായ്പയായി അപേക്ഷിക്കാം. BSA സൈക്കിൾ കമ്പനിയുമായി സഹകരിച്ചുള്ള പദ്ധതി വഴി അടുത്ത വർഷം 50,000 വിദ്യാർത്ഥികൾക്ക് വായ്പ അനുവദിക്കും. ഉത്തരമേഖല അഡീഷണൽ DGP N ശങ്കർ റെഡ്ഡി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ CN വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ 3 വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ സൈക്കിൾ വിതരണം കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ NC അബൂബക്കർ, BSA സൈക്കിൾ സെയിൽസ് മാനേജർ R കിഷോർ എന്നിവർ നിർവഹിച്ചു. P ദാമോദരൻ, N സുഭാഷ് ബാബു, KP ചന്ദ്രൻ, BM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസിലി ജോൺ, പ്രധാനാധ്യാപിക വത്സല ജോൺ, സാജു ജെയിംസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു.
ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിൽ ആര് വിജയിക്കുമെന്നത് പ്രവചനാതീതമാണെന്ന് ഏവർക്കും അറിയാം. എന്നാൽ യുവമാന്ത്രികൻ ചക്രപാണി കുറ്റ്യാടി തന്റെ പ്രവചനം ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പെട്ടിയിലാക്കി ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. 13-ന് ലോകകപ്പ് കഴിഞ്ഞ് 14-ന് പെട്ടി തുറക്കുമ്പോൾ അറിയാം പ്രവചനം ശരിയായിരുന്നുവോ എന്ന്. കൊയിലാണ്ടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലാണ് മായാജാലത്തിലൂടെയും ഒരു വേൾഡ് കപ്പ് പ്രവചനം നടന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം ജൂലൈ 13-ന് നടക്കാനിരിക്കെ യുവമാന്ത്രികൻ ചക്രപാണി കുറ്റ്യാടിയാണ് പ്രവചനം നടത്തിയത്. ഫൈനലിൽ എത്തുന്ന ടീമുകൾ, വിജയം നേടുന്ന ടീം, ഗോളുകളുടെ എണ്ണം എന്നിവയാണ് പ്രവചിച്ചത്. കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശാന്ത, കൌൺസിലർ മനോജ് പയറ്റുവളപ്പിൽ തുടങ്ങിയവർ ഒപ്പുവെച്ച പേപ്പറിൽ മാന്ത്രികൻ പ്രവചനം രേഖപ്പെടുത്തി. പെട്ടിയിലിട്ട് പൂട്ടി മുദ്രവെച്ച പെട്ടി KDC ബാങ്ക് മാനേജർ MM അജയനെ ലോക്കറിൽ സൂക്ഷിക്കാൻ കൈമാറുകയും ചെയ്തു. ചടങ്ങിൽ OP ബാബു, ആത്മജ് കൃഷ്ണ, ഷീബ രാജ്, ശൈലഭ, പ്രിൻസി എന്നിവർ സംസാരിച്ചു. 14-ന് വൈകിട്ട് പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പെട്ടി തുറന്ന് പ്രവചനം പുറത്തുവിടും. കാനറ ബാങ്കിലേക്ക് പുതുതായി നിയമനം നടത്തുന്ന സ്ത്രീകളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്ന നിബന്ധനകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാനറ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വനിതാ കമ്മിറ്റി ബാങ്ക് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. ഹാജിറ CK ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്ന കനറ ബാങ്കിന്റെ നിബന്ധനകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കനറ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്ക് പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വർക്കിംഗ് വിമൻസ് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി ഹാജിറ CK ഉദ്ഘാടനം ചെയ്തു. ചാലപ്പുറം സർക്കിൾ ഓഫീസ് പരിസരത്താണ് പ്രതിഷേധ ധർണ നടത്തിയത്. കനറ ബാങ്കിലേക്ക് പുതുതായി നിയമനം നടത്തുന്ന സ്ത്രീകളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഗർഭിണികൾക്ക് ബാങ്ക് നിയമനം നൽകുന്നില്ലെന്നും ഇവർ പറയുന്നു. P. ഭാഗ്യലക്ഷ്മി, P. ബിന്ദു, P. രമ്യ, T. ബിന്ദു, NL പ്രേമലത, മീന N. നായർ എന്നിവർ സംസാരിച്ചു. ആഭരണ നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ കമ്മത്ത് ലൈൻ കവാടത്തിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് ആലത്തിൽ വാസു ഉദ്ഘാടനം ചെയ്തു. ആഭരണ നിർമ്മാണ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ വ്യാപാരികൾ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടും സെസ് അടയ്ക്കാത്ത ക്ഷേമനിധിയെ തകർക്കുന്നുവെന്ന് ആരോപിച്ചുമാണ് ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കമ്മത്തി ലൈനിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് ആലത്തിൽ വാസു ഉദ്ഘാടനം ചെയ്തു. 916 സ്വർണ്ണമാക്കുമ്പോൾ അത് ഏകദേശം കോപ്പറോ സിൽവറോ ഈ രണ്ടിലേതെങ്കിലും ഒരു സാധനം ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 916 സ്വർണം 10 ഗ്രാമും 830 മില്ലിയോ കൂടുതലുണ്ടാവും. 10,830 ആയിട്ട് നമുക്കത് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഗ്രാം റേറ്റ് അനുസരിച്ച് ഈ സ്വർണം വിൽക്കുമ്പോൾ 1 ഗ്രാമിന് 30 രൂപയോ 35 രൂപയോ ലാഭം ഉണ്ടാവുകയുള്ളൂ. തൊഴിലാളികളെ ഒന്നിച്ചിരുത്തി ജോലി ചെയ്യുന്നവർക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്നും സർക്കാരിന്റെ ഇടപെടൽ ശക്തമാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി KK കുട്ടൻ, ട്രഷറർ K. ജയരാജൻ എന്നിവരും സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. ഒരു ഉത്സവമാക്കാം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കുട്ടികളിലുള്ള സർഗവാസനകളെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ആദ്യ ചവിട്ടുപടിയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയെന്ന് കലാസംവിധായകൻ മുരളി ബേപ്പൂർ. ഫറോക്ക് സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മൃതിയിൽ ഫറോക്ക് സബ് ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടന്നു. ബേപ്പൂർ BC റോഡ് GLP സ്കൂളിൽ നടന്ന പരിപാടി പ്രശസ്ത സിനിമാ സീരിയൽ കലാസംവിധായകൻ മുരളി ബേപ്പൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മളിലുള്ള സർഗഭാവനകളെ, സർഗവാസനകളെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു ആദ്യ ചവിട്ടുപടിയാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇത്ര ചെറിയ പ്രായത്തിലേ നിങ്ങൾക്ക് കിട്ടുക എന്നത് വലിയ ഒരു നേട്ടമായി തന്നെ കണക്കാക്കണം എന്നാണ് എനിക്ക് ഇതിലെ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. PTA പ്രസിഡന്റ് TP മനോജ് അധ്യക്ഷനായിരുന്നു.
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷാഹിന ബഷീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സബ് ജില്ലാ വിദ്യാരംഗം കൺവീനർ സലാം തറമൽ വിഷയാവതരണം നടത്തി. സബ് ജില്ലാ മുൻ വിദ്യാരംഗം കൺവീനർ പി രാമചന്ദ്രൻ മാസ്റ്റർ, SMC ചെയർമാൻ TP രാമചന്ദ്രൻ, URC കോർഡിനേറ്റർ അൻവർ ഷമീർ, സത്യനാഥൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക ലീലാമണി ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബഷീർ ദി മാൻ എന്ന ഡോക്യുമെന്ററി പ്രദർശനവും ബഷീർ കൃതികളുടെ രംഗാവിഷ്കാരവും ക്വിസ് മത്സരങ്ങളും നടന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫറോക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനവും ചെറുവണ്ണൂർ GVHSS 2ാം സ്ഥാനവും വെനേർണി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ GMUP സ്കൂൾ ഫറോക്ക് 1ാം സ്ഥാനവും വെനേർണി ഹയർ സെക്കൻഡറി സ്കൂൾ MNAUP സ്കൂൾ എന്നിവർ 2ാം സ്ഥാനവും പങ്കിട്ടു. റമദാൻ മാസത്തിന്റെ പൂർണ്ണതയ്ക്ക് തന്റെ കഴിവിനനുസരിച്ചുള്ള ദാനധർമ്മങ്ങൾക്കും പങ്കുണ്ടെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ബേപ്പൂർ ടൗൺ ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റി സംഘടിപ്പിച്ച റംസാൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ റമദാൻ മാസത്തിൽ റിലീഫ് പ്രവർത്തനങ്ങളും സജീവമായി തുടങ്ങി. നോമ്പിനോടൊപ്പം റിലീഫ് പ്രവർത്തനങ്ങളും ദാനധർമ്മങ്ങളും ശ്രേഷ്ഠമായാണ് വിശ്വാസികൾ കരുതുന്നത്. ബേപ്പൂർ ടൗൺ ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. ബേപ്പൂരിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. റമദാൻ മാസം വരുമ്പോൾ നമ്മളെല്ലാവരും ഇത്തരം പുണ്യമായ കർമ്മത്തിന് എല്ലാവരും സജീവമായി പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനം മറ്റുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെയും നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും റമദാൻ മാസം വരുമ്പോൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വളരെ സജീവമായ കോടിക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ റമദാൻ മാസത്തിലൊക്കെ തന്നെ നമ്മൾ നടത്തിയത്. M. മുഹമ്മദ് കോയ അധ്യക്ഷം വഹിച്ചു. മഹല്ല് ഖത്തീബ് അഷ്റഫ് ഫൈസി, PV ജബ്ബാർ, P. അഹമ്മദ് കോയ ഹാജി, P. മുസ്തഫ ഹാജി, KP സമദ്, KP അഹമ്മദ് കോയ, P. റഷീദ്, PV നജ്മുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരികയെന്നതാണ് എല്ലാ ഭരണകൂടങ്ങളുടെയും ലക്ഷ്യമെന്ന് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയജ്യോതി ഉദ്ഘാടനവും ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2014-15 വിജയജ്യോതി ഉദ്ഘാടനവും SSLC +2 ഉന്നത വിജയം നേടിയവർക്ക് PTA ഉപഹാരങ്ങളും സമർപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് മാറ്റങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നു കഴിഞ്ഞു. സർക്കാർ തലത്തിലായാലും അതിനോട് കോർപ്പറേഷൻ തലത്തിലായാലും പഞ്ചായത്ത് തലത്തിലായാലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നതൊരു മൃതമായി എടുത്തുകൊണ്ട്, ഒരു പ്രതിജ്ഞായ എടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു സർക്കാരും അതിന്റെ ഘടകങ്ങളാണ്. ഏതേത് സർക്കാരുകൾ മാറി വന്നാലും വിദ്യാഭ്യാസ രംഗത്തിന് ഊന്നൽ നൽകിയിരുന്നു, പ്രാധാന്യം നൽകിയിരുന്നു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ PJ ലൂസി, T. ഉണ്ണികൃഷ്ണൻ, കരിവള്ളി ശശിധരൻ, P. ദിവാകരൻ, M. പത്മിനി, സുരേന്ദ്രൻ മാസ്റ്റർ, ശ്രീലത ടീച്ചർ, V. അബ്ബാസ് മാസ്റ്റർ, V. മുഹമ്മദ് കോയ, KV മുസ്തഫ, പുഷ്പവല്ലി എന്നിവർ സംബന്ധിച്ചു. പ്രധാനാധ്യാപിക V. ജിജ വിജയജ്യോതി പ്രഖ്യാപനം നടത്തി. SSLC വിഭാഗത്തിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ സുകന്യ C, അശ്വതി M, +2 എല്ലാ വിഷയത്തിലും A+ നേടിയ ശ്രീലക്ഷ്മി തുടങ്ങി ഉന്നത വിജയം നേടിയ എല്ലാവർക്കും PTA വക ഉപഹാരം നൽകി. റെയിൽവേ ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചെന്നാരോപിച്ച് വിവിധ സംഘടനകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് യുവജനത എന്നിവർ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. റെയിൽവേ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. കേന്ദ്ര റെയിൽവേ ബജറ്റ് കേരളത്തെ ജനങ്ങളെ തീർത്തും നിരാശയാക്കിയിരിക്കുകയാണെന്ന് വിവിധ യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സോഷ്യലിസ്റ്റ് യുവജനത ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സലീം മടവൂർ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ ബജറ്റ് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ, റെയിൽവേ യാത്രക്കാരെ പരിപൂർണമായും അവഗണിച്ചിരിക്കുകയാണ്. ആകെ കിട്ടിയെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാസർഗോഡ് നിന്ന് വൈദൂരിലേക്ക് പോകുന്ന പാസഞ്ചർ തീവണ്ടി എന്ന് പറയുന്നത് കർണാടകയുടെ ആവശ്യത്തിന് വേണ്ടി ഓടിക്കുന്ന ഒരു ട്രെയിനാണ്. സംസ്ഥാനത്തിന് വേണ്ടി പരിപൂർണമായി കേരളത്തിന് വേണ്ടി നീക്കിവെക്കപ്പെട്ട ഒരൊറ്റ പാസഞ്ചർ ട്രെയിൻ പോലും അനുവദിക്കാതെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി
ഈ സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന, അവഗണിക്കുന്ന ഇങ്ങനെയൊരു സംസ്ഥാനം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJPക്ക് സീറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ശ്രീ സദാനന്ദ ഗൌഡ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച റെയിൽവേ ബജറ്റിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യണ്ടി അധ്യക്ഷം വഹിച്ചു. സോഷ്യലിസ്റ്റ് ജനത ജില്ലാ ജനറൽ സെക്രട്ടറി പി കിഷൻ ചന്ദ്, സന്തോഷ് കുറുമ്പയിൽ, N അബ്ദുൾ സത്തർ, PC സതീഷ്, ജയൻ വെസ്റ്റ് ഹിൽ, മനോജ് മുതുവടത്തൂർ, മനീഷ് കുളങ്ങര, ശൈലേഷ് പാറക്കൽ എന്നിവർ സംസാരിച്ചു. കേരള ജനതയ്ക്ക് കടുത്ത നിരാശ മാത്രം നൽകിയ റെയിൽവേ ബജറ്റാണ് ഇത്തവണയുണ്ടായതെന്ന് മലബാർ ട്രെയിൻ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ PV ഗംഗാധരൻ പറഞ്ഞു. റെയിൽവേ ബജറ്റ് കേരളത്തെ നിരാശപ്പെടുത്തിയെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ AB അനൂപ്, വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണി എന്നിവർ പറഞ്ഞു. റെയിൽവേ ബജറ്റ് ദീർഘവീക്ഷണത്തോടെയുള്ളതാണെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് PTS ഉണ്ണി പറഞ്ഞു. റെയിൽവേ ബജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ അഭിപ്രായപ്പെട്ടു. DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും റെയിൽവേ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഥമ റെയിൽവേ ബജറ്റിൽ സമ്മിശ്ര പ്രതികരണം. സ്ത്രീ സുരക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിയത് നല്ലതെന്ന് പറയുമ്പോൾ റെയിൽവേയെ സ്വകാര്യവൽക്കരിച്ച് വൻകിട കുത്തകകൾക്ക് തീരെഴുതാനാണ് ശ്രമമെന്ന് ചിലർ ആരോപിക്കുന്നു. യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന ഈ ബജറ്റിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവഗണന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആകെ ട്രെയിനും അതുപോലെ തന്നെ അങ്ങനെ കൂടുതൽ പാതകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല. വനിതകള് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്നുണ്ട് വനിതകള് ഈ റെയിൽ യാത്രയിൽ. അതൊക്കെ നടപ്പിലാക്കിയാൽ ഏതായാലും സ്ത്രീകൾക്ക് വളരെ സഹായകരമായ ഒരു ബജറ്റായിരിക്കും. പുനഃപരിശോധിക്കണം, എടുത്ത തീരുമാനങ്ങളൊന്നും പുനഃപരിശോധിക്കണം എന്നുകൂടിയാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പറയുന്നത്. ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ കേരളത്തോട് ഇപ്പോഴും അവഗണനയാണ്, പ്രത്യേകിച്ച് മലബാറിനോട്. അത് പരിഹരിക്കപ്പെടാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ പരാജയമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള ഒരു പാതയാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. കാരണം വിദേശ കുത്തക കമ്പനികളാണ് ഇതിൽ മൂലധനം ഇറക്കുന്ന കക്ഷികളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബേപ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ലിമിറ്റഡിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് അരക്കണറിൽ വെച്ച് നടന്നു. പ്രസിഡന്റായി A പ്രഭാകരനെയും വൈസ് പ്രസിഡന്റായി P മാധവദാസിനെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട A പ്രഭാകരന് 284 വോട്ടും വൈസ് പ്രസിഡന്റായ P മാധവദാസിന് 280 വോട്ടുമാണ് ലഭിച്ചത്. പൊതുവിഭാഗത്തിൽ അശോകൻ TK, മുഹമ്മദ് അസ്ലഫ് TP, രവീന്ദ്രൻ VV, സുധ P എന്നിവരും AV ഗിരീഷ് AT ദാസൻ, TB ബേബിലത P നിമിഷ, M മലയിൽ ഗീത എന്നിവരും പുതിയ ഭരണസമിതിയിലെ ഡയറക്ടർമാരാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ ബജറ്റ് കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. സ്ത്രീകളുടെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്ന ബാങ്കിന്റെ നിബന്ധനകൾക്കെതിരെ കനറ ബാങ്ക് വനിതാ ജീവനക്കാർ. UPA സർക്കാരിന്റെ വിലക്കയറ്റത്തിൽ മനം നൊന്ത് BJP സർക്കാരിനെ അധികാരത്തിലെത്തിയ ജനങ്ങൾ വിഡ്ഢികളായെന്ന് CTU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.